ഹലോ ഹായ്, എൻ്റെ പേര് നിഷിത. ഞാനൊരു ഫിറ്റ്നസ് ട്രെയിനറാണ്. ഇപ്പോൾ ഞാൻ കറണ്ടിൽ വർക്ക് ചെയ്യണില്ല, കാരണം ഞാൻ ഇപ്പോൾ 6 month പോസ്റ്റ്മോർട്ടം പീരീഡിലാണ്. ഡെലിവറി കഴിഞ്ഞിട്ടിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ എൻ്റെ തംബ്നെയിലിൽ കണ്ടിട്ടുണ്ടാവും എങ്ങനെ നമുക്ക് വെയിറ്റ് ലോസ് ചെയ്യാനുള്ളത്. അതായത് സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഡയറ്റ് ഫോളോ ചെയ്യാണ്ട്, അതായത് ഹോം വർക്കൗട്ട്സ് ആയാലും ജിമ്മിലും പോകാണ്ട് ഈ ഫസ്റ്റ് 3 months നമുക്ക് എങ്ങനെ നമ്മുടെ വെയിറ്റ് കൺട്രോൾ ചെയ്തിട്ട് വെക്കാമെന്നും പിന്നെ എങ്ങനെ നമുക്ക് കൂടുതൽ വെയിറ്റ് ആവാണ്ട് നോക്കാമെന്നുള്ളതും അതിന്റെ ട്രിക്സ് ആൻഡ് ടിപ്സ് ആണ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞുതരാൻ പോകുന്നത്. ഈ വീഡിയോ യൂസ്ഫുൾ ആകാൻ പോകുന്നത് ആർക്കാന്ന് വെച്ചാൽ പ്രഗ്നൻസി ടൈമിൽ ഭയങ്കരമായിട്ട് വെയിറ്റ് കൂടുന്നു. ഓരോ മന്ത്സ് കൂടുന്തോറും വെയിറ്റ് കൂടി വരുന്നു. അതുപോലെ പോസ്റ്റ്മോർട്ടം പീരീഡിൽ വെയിറ്റ് കൂടുന്നു. എങ്ങനെ നമ്മുടെ വയറ് കുറയ്ക്കാം, അല്ലെങ്കിൽ എങ്ങനെ നമ്മുടെ ഫാറ്റ് ഡെപ്പോസിറ്റ് കുറയ്ക്കാം. പിന്നെ യൂട്രസ് വലുതായതിനു ശേഷം നമ്മുടെ വയറിന് കുറച്ച് നമുക്കറിയാലോ, ലേഡീസിന് അറിയായിരിക്കും വയറ് കുറച്ച് പൊന്തി നിൽക്കണ പോലെയൊക്കെ ഉണ്ടായിരിക്കും നമുക്ക്. അപ്പോൾ അതൊക്കെ എങ്ങനെ നമുക്ക് വർക്കൗട്ട് ചെയ്യാണ്ട് എങ്ങനെ നമുക്ക് ഇത് കുറയ്ക്കാം എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ആദ്യത്തെ 3 months നമുക്ക് ജിമ്മിൽ പോകാമെന്നോ അല്ലെങ്കിൽ ഹോം വർക്കൗട്ട്സ് ചെയ്യാന്നുള്ള കാര്യങ്ങളൊന്നും പ്രാക്ടിക്കൽ അല്ല. അതുകൊണ്ട് ബേബി ഉള്ളതുകൊണ്ട് തന്നെ നമുക്കത് ചെയ്യാനും പറ്റില്ല. അതുപോലെ നമ്മുടെ ഹീലിംഗ് ടൈം ആണല്ലോ, ഹീലിംഗ് ടൈമിൽ നമുക്ക് ഒരിക്കലും ഇങ്ങനത്തെ ഹെവി വർക്ക്സോ അല്ലെങ്കിൽ ഡയറ്റ് ഒന്നും ഫോളോ ചെയ്യാൻ പറ്റില്ല. കാരണം നമുക്ക് ഈ സമയത്ത് പ്രോപ്പറായിട്ട് റെസ്റ്റിന്റെ ടൈമാണ്. ഡയറ്റിങ് ചെയ്യുമ്പോൾ ഡയറ്റ് ചെയ്യണവരൊക്കെ ഉണ്ട്. പക്ഷെ ഡയറ്റിങ് ചെയ്ത് കഴിഞ്ഞാൽ അത് നേരെ ഇമ്പാക്ട് ചെയ്യണത് നമ്മുടെ ബേബിയുടെ ഗ്രോത്തും പിന്നെ മിൽക്ക് സപ്ലൈനായിരിക്കും. അതുകൊണ്ട് ആദ്യത്തെ 3 months ഡയറ്റിങ് കാര്യത്തെ കുറിച്ച് ആലോചിക്കാൻ വേണ്ട. കാരണം നമ്മൾ നല്ല പോലെ ഭക്ഷണം കഴിക്കേണ്ടിയും അതുപോലെ റെസ്റ്റ് എടുക്കേണ്ടിയും ടൈമാണ് ഈ ഫസ്റ്റ് 3 months. അപ്പോൾ ഇതൊന്നും ചെയ്യാണ്ട്, വർക്കൗട്ടും ചെയ്യാണ്ടും നമ്മുടെ പ്രോപ്പറായിട്ടുള്ളൊരു ഡയറ്റും ചെയ്യാണ്ട് എങ്ങനെ നമുക്ക് നമ്മുടെ വെയിറ്റ് കൺട്രോൾഡ് വെക്കാം. അപ്പോൾ എന്തൊക്കെ ചെയ്താലാണ് നമുക്ക് വെയിറ്റ് ലോസ് ചെയ്യാൻ പറ്റാൻ നോക്കാട്ടോ. ഫസ്റ്റ് വരുന്നത് എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിങ് ആണ്. എക്സ്ക്ലൂസീവായിട്ട് ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന ഒരു അമ്മയ്ക്ക് നല്ല രീതിക്ക് ഫാറ്റ് കണ്ടന്റ് നല്ല രീതിക്ക് ബേണായിട്ട് പോകും. ബ്രസ്റ്റ് ഫീഡ് ചെയ്യാത്ത അമ്മമാരെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ബ്രസ്റ്റ് ഫീഡ് ചെയ്യണ അമ്മമാരിൽ വെയിറ്റ് ലോസ് നന്നായി കുറയാനായിട്ടുള്ള സ്റ്റഡീസിലൊക്കെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുമ്പോൾ ഓക്സിറ്റോസിൻ എന്ന് പറയുന്ന ഹോർമോൺ പ്രൊഡക്ഷൻ കാരണം നമ്മുടെ എക്സ്പാൻഡ് ആയിട്ടുള്ള യൂട്രസിനെ പഴയ രീതിക്ക് നമ്മുടെ പണ്ടത്തെ എന്തായിരുന്നോ സൈസ് യൂട്രസിൻ്റെ ആ സൈസിലോട്ടേക്ക് തിരിച്ചു വരാൻ വേണ്ടി നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ ബെല്ലി ഫാറ്റ് കുറയാനും നന്നായി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് എന്ന് പറയുന്നത് പ്ലേറ്ററി പോർഷൻ. ഇത് ഭയങ്കര സിമ്പിളാണ്. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞുതരാം. എന്താണെന്ന് വെച്ചാൽ ഡെലിവറി കഴിയുമ്പോൾ നമുക്ക് പല ഫുഡുകളും മുതിർന്നവർ റെക്കമെൻഡ് ചെയ്യും. അതൊക്കെ നല്ല പോലെ കഴിച്ചോളൂ, പക്ഷേ നല്ലത് മാത്രം കഴിക്കുക. അതായത് ക്വാണ്ടിറ്റി കുറച്ചിട്ട് ക്വാളിറ്റി കൂട്ടുക. കൂടുതലും ന്യൂട്രീഷ്യസ് റിച്ച് ആയിട്ടുള്ള ഫുഡ് അല്ലെങ്കിൽ നട്ട്സ്, ഫൈബർ, വെജിറ്റബിൾസ് അങ്ങനെ പലതായിട്ട് കഴിക്കാൻ നോക്കുക. അല്ലാണ്ട് സ്നാക്സുകൾ അല്ലെങ്കിൽ ഓയിലി ഫുഡൊക്കെ കുറയ്ക്കുക. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾ ഒരു നേരത്തേക്ക് ഒരു പ്ലേറ്റ് ചോറാണ് നിങ്ങൾ ഡെയിലി കഴിക്കുന്നതെങ്കിൽ അതിൽ ചോറിൻ്റെ അളവ് കുറയ്ക്കുക. എന്നിട്ട് ഉപ്പേരി, കറികൾ, സാലഡ് അതൊക്കെ കൂടുതലാക്കുക. ഇപ്പോൾ ഞാൻ താഴെ ഒരു ഫോട്ടോസ് കൊടുത്തിട്ടുണ്ടാവും. ആ ഫോട്ടോസിലുള്ള പോലെ ചോറിൻ്റെ അളവ് കുറച്ചിട്ട് ബാക്കി കൂടെ കഴിക്കാനുള്ള നമ്മുടെ സൈഡ് ഡിഷസിൻ്റെ എണ്ണങ്ങൾ കൂട്ടുക. അതിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടുക, അത് കൂടുതൽ കഴിക്കുക. അപ്പോൾ എന്താണ് കിട്ടുന്നത് വെച്ചാൽ നമ്മൾ കുറേ നമ്മുടെ മനസ്സും നിറയും, അതിനോടൊപ്പം തന്നെ നമ്മൾ കുറേ ഫുള്ളായിട്ട് നമ്മുടെ വയറ് നിറച്ചെന്നുള്ളൊരു സംതൃപ്തിയും കിട്ടും. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഈറ്റ് മോർ പ്രോട്ടീൻ ആൻഡ് ഫൈബർ. ഇതെന്താ വെച്ചാൽ പ്രോട്ടീൻസും ഫൈബേഴ്സ് ആയിട്ടുള്ള കണ്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കൂടുതൽ കഴിക്കുക. അത് കഴിക്കുന്നതോടെ എന്താ വെച്ചാൽ നമ്മുടെ വയറ് പെട്ടെന്ന് ഫുള്ളായിട്ട് നമുക്ക് തോന്നും. മറ്റ് കാർബ് അല്ലെങ്കിൽ വേറെ ഫാറ്റി ഐറ്റംസ് കഴിക്കുന്നതിനേക്കാളും കൂടുതലായിട്ടും ഈ ഫൈബർ അല്ലെങ്കിൽ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കുന്നതുകൊണ്ടല്ല നമ്മുടെ വയർ പെട്ടെന്ന് ഫുള്ളായിട്ട് തോന്നും ചെയ്യും. അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്കുള്ള സ്നാക്സ് കഴിക്കണം, അതിനുള്ള ടെൻഡൻസി, ക്രേവിങ്സ് ഒക്കെ കുറയും കേട്ടോ. നെക്സ്റ്റ് എന്ന് പറയുന്നത് പ്രോപ്പർ സ്ലീപ്പാണ്. സ്ലീപ്പ് കറക്റ്റ് അല്ലെങ്കിൽ പിന്നെ ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മുടെ തെറ്റും. ചെറിയ ന്യൂ ബോൺ ബേബീസ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ നൈറ്റിലത്തെ സ്ലീപ്പിൻ്റെ കാര്യം നമുക്ക് ആലോചിക്കേണ്ട ആവശ്യം തന്നെ ഇല്ല. കാരണം നമുക്ക് കറക്റ്റായിട്ട് കിട്ടില്ല. പക്ഷേ കൂടുതൽ നമ്മൾ ടൈം കണ്ടെത്തി ഉറങ്ങാൻ ശ്രമിക്കുക. ഉറക്കം കറക്റ്റ് അല്ലെങ്കിൽ നമുക്ക് അപ്പറ്റൈറ്റ് കൂടുന്ന, അത് വിശപ്പ് കൂടുന്ന പല രീതിയിലുള്ള ഹോർമോൺസും അതിനോടൊപ്പം തന്നെ ഇൻഡയറക്റ്റ് ആയിട്ട് ട്രിഗർ ആവുന്നുണ്ട്. അപ്പോൾ നമുക്ക് വിശപ്പ് കൂടും. അതിനോടൊപ്പം നമ്മൾ എക്സ്ട്രാ ഫുഡായിട്ടുള്ള കാര്യങ്ങൾ, എക്സ്ട്രാ ഫുഡും സ്നാക്സൊക്കെ കഴിക്കാൻ തുടങ്ങും. അതിലൂടെ നമുക്ക് വെയിറ്റ് ഗെയിനിങ് വരാൻ ചാൻസസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് ഉറങ്ങുക. നിങ്ങളുടെ പാർട്ട്ണറുടെയോ അല്ലെങ്കിൽ ഫാമിലിയുടെ ആരെങ്കിലുമൊക്കെ ഹെൽപ്പൊക്കെ എടുത്തിട്ട് ഡേ ടൈമോ അല്ലെങ്കിൽ കിട്ടുന്ന ടൈമിലൊക്കെ ചെറിയ നാപ്സ് എടുത്തിട്ട് നിങ്ങൾ ഉറങ്ങാൻ ശ്രമിക്കുക. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഹൈഡ്രേഷനാണ്.
നല്ല രീതിക്ക് വെള്ളം കുടിക്കുക. വെള്ളം കുടിക്കുക എന്നുള്ളത് നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങളുടെ കുഞ്ഞിനും കൂടി വേണ്ടിയിട്ടുള്ള കാര്യമാണ്. കാരണം വെള്ളം കുടിച്ചാൽ മാത്രമേ നല്ല രീതിക്കുള്ള മിൽക്ക് പ്രൊഡക്ഷൻ ഉണ്ടാവുള്ളൂ. വെള്ളം കുടിക്കുന്നതോടെ വേറെ കാര്യം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ശരീരത്തിലുള്ള എല്ലാ ടോക്സിക്കും പുറത്തുള്ളുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ അതിൻ്റെ കൂടെ തന്നെ ഫാറ്റും കുറേയൊക്കെ പോകുന്നുണ്ട്. പിന്നെ വെള്ളം കുടിക്കുന്നതോടെ നമ്മുടെ മെറ്റബോളിസം റേറ്റ് കൂട്ടുന്നുണ്ട്. അങ്ങനെ കുറേ ബെനിഫിറ്റ്സ് വെള്ളം കുടിക്കുന്നതോടെ കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നന്നായി വെള്ളം കുടിക്കുക. ഒരു 3 to 4 ലിറ്റർ വെള്ളം ഡെയിലി നന്നായി കുടിക്കുക. ലാസ്റ്റ് വന്നത് വാക്കിംഗ് ആണ്. അതായത് നമുക്ക് നമ്മുടെ 40th ഡേ കഴിഞ്ഞാൽ നമുക്ക് ബ്ലീഡിങ് നിൽക്കും. ബ്ലീഡിങ് നിന്ന് കഴിഞ്ഞാൽ ചെറിയ രീതിക്ക് വീടിൻ്റെ ചുറ്റിലായിട്ടോ അല്ലെങ്കിൽ മോൾസിലോ അല്ലെങ്കിൽ പുറത്തേക്ക് പാർക്കിലോ എവിടെയൊക്കെ കുഞ്ഞുമായിട്ട് പോയിട്ട് എൻഗേജ് ആവുക. ചെറിയ രീതിക്ക് നടക്കുക. അതിലൂടെ തന്നെ നമുക്ക് കുറേയൊക്കെ നമ്മുടെ ഫാറ്റ് ബേൺ ചെയ്യാൻ പറ്റും. അപ്പോൾ വലിയ നടത്തുന്നതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ജോഗിങ്ങും അല്ല ഉദ്ദേശിക്കുന്നത്. ചെറിയ രീതിക്ക് നമ്മൾ നോർമൽ വാക്കിങ് ചെയ്യുക. അതിലൂടെ നമുക്കും കുറേയൊക്കെ നമ്മുടെ വെയിറ്റ് ലോസ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ ചെയ്തിട്ടും നമുക്ക് റിസൾട്ട് കിട്ടുന്നില്ല. അതല്ല ഞാൻ പറഞ്ഞില്ല, ഈ കാര്യങ്ങൾ കൊണ്ടൊന്നും റിസൾട്ട് കിട്ടാത്തവർക്ക് വേണ്ടിയിട്ട് വീട്ടിൽ ഈ 3 മാസത്തിന് ശേഷം വീട്ടിൽ നമുക്ക് തനിയെ ചെയ്യാൻ പറ്റുന്ന കുറച്ച് സ്ട്രെച്ചസ്, മൊബിലിറ്റി എക്സസൈസസ്, അതിന് കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാനൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ എല്ലാം വാച്ച് ചെയ്യണമെങ്കിൽ നിങ്ങൾ എൻ്റെ കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടണേ. അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ വീട്ടിലെല്ലാം പ്രഗ്നൻ്റ് ആയിട്ടുള്ളവരോ അല്ലെങ്കിൽ ഈ വെയിറ്റ് കൂടുന്നതിനെ കുറിച്ച് ടെൻഷൻ അടിച്ചിരിക്കുന്ന ലേഡീസൊക്കെ ഉണ്ടെങ്കിൽ, പോസ്റ്റ്മോർട്ടം പീരീഡിലിരിക്കുന്ന ലേഡീസൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിരുന്നു ഞാൻ എൻ്റെ ഡെലിവറി കഴിഞ്ഞിട്ട് എൻ്റെ പോസ്റ്റ്മോർട്ടം പീരീഡിൽ ഞാൻ ചെയ്തു നോക്കിയ കുറച്ച് കാര്യങ്ങൾ. ഇതെല്ലാം എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയ കാര്യങ്ങളാണ്. എൻ്റെ എക്സ്പീരിയൻസിൽ ഇതെല്ലാം ഓക്കെ ആയിരുന്നു. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ BMI അല്ലെങ്കിൽ നിങ്ങളുടെ ബോഡി മാസ് ഇൻഡെക്സ് അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ പറയുകയാണെങ്കിൽ ഞാനതിന് കറക്റ്റായിട്ടുള്ള നിങ്ങളുടെ ബോഡി മാസ് കണ്ടുപിടിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ വെയിറ്റ് കൂടുതലാണോ അതോ കുറവാണോ എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങളുടെ വെയിറ്റ്, ഹൈറ്റ്, നിങ്ങളുടെ ഏജ് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കൊടുക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. ബൈ പറ.